അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പാഠം മുരീദ് പൂർ കാ പീർ. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് വളരെ രസകരമായ തമാശ രൂപത്തിൽ ഇങ്ങനെ എഴുതിയ വളരെ ഒരു എസ്സേ എന്ന് പറയാൻ കഴിയില്ല, ഇൻഷാഇയ്യ എന്ന രൂപത്തിൽ ഇങ്ങനെ എഴുതിയ ഒരു കൃതിയാണിത്. അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടക്കുകയും അതിനെക്കുറിച്ച് അദ്ദേഹം വർണ്ണിച്ചുകൊണ്ട് അതിലെ ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് തൻ്റെ സഹോദരപുത്രന് ഒരു കത്തയക്കുകയും ചെയ്തു. बाद के वाक़यात से मालूम होता है कि भतीजे साहब मेरे हर ख़त को बेहद अदब व एहतराम के साथ खोलते, बल्कि बाज़ बातों से तो ज़ाहिर होता है कि इस इफ्तिताही तकरीब से पेशतर वो बाकायदा वज़ू भी कर लेते. അപ്പോൾ ഞാനിങ്ങനെ കത്തുകളിങ്ങനെ അയക്കുന്നു. അതിൻ്റെ ശേഷം നടന്ന പല സംഭവങ്ങളിൽ നിന്നും എനിക്കറിയാൻ സാധിച്ചത് ഇതാണ്. ശേഷം നടന്ന പല സംഭവങ്ങളിൽ നിന്നും ബാദ് കെ വാഖയാത് സെ മാലൂം ഹോത്താ ഹെ കെ എന്താ മനസ്സിലാക്കാൻ സാധിച്ചത്, ഭതീജ സാഹബ് എൻ്റെ സഹോദരപുത്രൻ മേരെ ഹർ ഖത്ത് കോ എൻ്റെ എല്ലാ കത്തുകളും ബേഹദ് അദബോ ഇഹ്തിറാം കെ സാത്ത് ഖോൽത്തെ അങ്ങേയറ്റത്തെ മര്യാദയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയുമായിരുന്നു തുറന്നിരുന്നത് എന്ന് മാത്രമല്ല, ബൽക്കെ നേരെ മറിച്ച് ബാസ് ബാത്തോൻ സേ തോ സാഹിർ ഹോത്താ ഹെ അവൻ്റെ ചില സംസാരങ്ങളിൽ നിന്ന് നമുക്ക് വെളിവാകുന്നുണ്ട് എന്ത് കെ ഇസ് ഇഫ്തിതാഹി തക്രീബ് സെ പേഷ്തർ ഈ പ്രാഥമികമായിട്ടുള്ള ചില ചടങ്ങുകൾക്ക്, തക്രീബ് എന്ന് പറഞ്ഞാൽ ചടങ്ങുകൾ, പ്രാഥമികമായ ചില ചടങ്ങുകൾക്ക് മുമ്പ് എൻ്റെ കത്ത് തുറക്കുന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചില ചടങ്ങുകൾക്ക് മുമ്പ്, പേഷ്തർ എന്ന് പറഞ്ഞാൽ പേഷ്തർ എന്ന് പറഞ്ഞാൽ മുമ്പ്, അത് തുറക്കുന്നതിന് മുമ്പ് അവൻ ആ സഹോദരപുത്രൻ ബാക്കായിദ പതിവായിട്ട് വുസൂ ഭീ കർലേത്തെ വുളു എടുക്കുമായിരുന്നു. എൻ്റെ കത്ത് തുറക്കാൻ അവൻ വുളു പോലും എടുത്തിട്ടേ തുറക്കുമായിരുന്നുള്ളൂ. ഖത് കോ ഖുദ് പഠത്തെ ആ കത്ത് സ്വന്തം വായിക്കുകയും ഫിർ ദോസ്തോं को സുനാത്തെ പിന്നീട് മറ്റു സുഹൃത്തുക്കൾക്ക് കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. फिर अखबारों के एजेंट की दुकान पर मकामी लाल बिचकड़ों के हलके में उसको खूब बढ़ा चढ़ाकर दोहराते. പിന്നീട് അഖ്ബാറോं के एजेंट की दुकान पर പത്ര ഏജൻറ്റിൻ്റെ കടയിൽ വെച്ച് മക്കാമി അഥവാ ആ നാട്ടിൽ ജീവിക്കുന്ന, ആ നാട്ടിലുള്ള ലാൽ ബിച്ച്കടോക്കെ ഹൽക്കമേ, ലാൽ ബിച്ച്കട എന്ന് പറഞ്ഞാൽ വിഡ്ഢികൾ, സ്വന്തം അറിവുള്ളവരാണെന്ന് ധരിക്കുന്ന വിഡ്ഢികൾ, അതാണ് അഹ്മക്കുകൾ. സ്വന്തം അറിവുള്ളവരാണെന്ന് നടിക്കുന്ന, നാട്ടിലത്തെ വിശേഷങ്ങളെല്ലാം അറിയും എന്ന് നടിക്കുന്ന ചില നാടൻ ജനങ്ങൾ നാട്ടിലൊക്കെ കാണാമല്ലോ. അത്തരത്തിലുള്ള ചില വിഡ്ഢികൾ, നാട്ടിലുള്ള ചില വിഡ്ഢികൾ, സാധാരണ പീഡികത്തിണ്ണയിലിരിക്കുന്ന ആ ആളുകൾ, അവരുദ്ദേശിച്ചിട്ടാണ് ആ പറഞ്ഞത്. ആ വിഡ്ഢികളുടെ ഹൽക്കമേ ഉസ്കോ ഹൂബ് ബടാ ചടാക്കർ, അത്തരത്തിലുള്ള ജനങ്ങളുടെ അടുത്ത് ഉസ്കോ ഈ കത്തിനെ ഹൂബ് നന്നായിട്ട് ബടാ ചടാക്കർ വലിയ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട്, എക്സാജറേറ്റ് ചെയ്തിട്ട്, ബടാ ചടാക്കർ ഇതിനെ പെരുപ്പിച്ച് കാണിച്ചിട്ട്, ദുഹ്റാത്തെ ഈ കത്തിനെ അവർക്ക് വായിച്ച് പെരുപ്പിച്ച് കാണിച്ച് അവിടെ ആവർത്തിക്കുമായിരുന്നു. ദുഹ്റാന എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുമായിരുന്നു. ഫിർ മക്കാമി അഖ്ബാർ കെ ബേഹദ് മക്കാമി എഡിറ്റർ കെ ഹവാല കർ ദേത്തെ, പിന്നെ അതിനുശേഷം അത് അവർക്ക് വായിച്ച് കേൾപ്പിച്ച ശേഷം ഫിർ മക്കാമി അഖ്ബാർ കെ അവിടെ നാട്ടിലെ പത്രങ്ങളുടെ ബേഹദ് പറഞ്ഞാൽ ബേഷുമാർ ധാരാളം
എണ്ണമറ്റ മക്കാമി എഡിറ്റർ കെ ഹവാലെ കർ ദേത്തെ. അവിടെ നാട്ടിൻ പുറത്തെ പത്രങ്ങളുടെ എണ്ണമറ്റ ലോക്കൽ എഡിറ്റേഴ്സിന് ഹവാലെ കർ ദേത്തെ, ഈ കത്ത് ഏൽപ്പിക്കുമായിരുന്നു. ഹവാലെ കർ ദേത്തെ, ഏൽപ്പിക്കുമായിരുന്നു. ജോ ഉസ്കോ ബഡെ എഹ്തിമാം സെ, അവർ ആ എഡിറ്റർമാർ, ആ ലോക്കൽ എഡിറ്റേഴ്സ് इसको बड़े इह्तिमाम के साथ छाप देता. ഇതിനെ വളരെ ഇമ്പോർട്ടൻസോടുകൂടെ, വളരെ ഗൗനിച്ചുകൊണ്ട്, പ്രാധാന്യത്തോടുകൂടെ ഈ കത്ത് അവരുടെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നു. ഛാപ്ന എന്ന് പറഞ്ഞാൽ അച്ചടിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ അച്ചടിച്ച് വരുമായിരുന്നു. ഈ അവരുടെ നാട്ടിലുണ്ടായിരുന്ന പത്രത്തിൻ്റെ പേരെന്താണ്? ഇസ് അഖ്ബാർ കാ നാം, ഈ പത്രത്തിൻ്റെ പേര് മുരീദ്പൂർ ഗസറ്റ് ഹെ. മുരീദ്പൂർ ഗസറ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഇസ്കാ മുക്കമ്മൽ ഫയൽ കിസി കെ പാസ് മൗജൂദ് നഹി, ഈ പത്രത്തിൻ്റെ ഫുൾ ഫയലുകൾ ആരടുത്തും ലഭ്യമല്ല. 2 മഹീനെ തക് ജാരി രഹ, 2 മാസത്തോളം അതിങ്ങനെ നടന്നു. ഫിർ ബാസ് മാലി മുഷ്കിലാത്ത് കി വജാ സെ ബന്ദ് ഹോ ഗയ, പിന്നീട് ചില സാമ്പത്തിക പ്രയാസങ്ങൾ കാരണത്താൽ അത് അടച്ചുപൂട്ടുകയും ചെയ്തു. എഡിറ്റർ സാഹിബ് കാ ഹെലിയ ഹസ്ബെ സെയിൽ ഹെ, അതിൻ്റെ മുരീദ്പൂർ ഗസറ്റിൻ്റെ എഡിറ്റർ സാഹിബിൻ്റെ ഹെലിയ, അദ്ദേഹത്തിൻ്റെ കോലം, ഹെലിയ എന്ന് പറഞ്ഞാൽ ഷെക്കിലോ സൂറത്ത്, അദ്ദേഹത്തിൻ്റെ കോലം എന്ന് പറഞ്ഞാൽ ഹസ്ബെ സെയിൽ ഹെ, താഴെ പറയും പോലെയാണ്. എന്താ അദ്ദേഹത്തിൻ്റെ കോലം? റംഗ്, അദ്ദേഹത്തിൻ്റെ നിറം ഗന്ധമി. ഗന്ധമി എന്ന് പറഞ്ഞാൽ ഒരു കരിവാളിച്ച നിറാണ്. ഗന്ധമി. സാൻവല, ഗന്ധമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുത്തറാദിഫാണ് സാൻവല, അഥവാ ഒരു കരിവാളിച്ച നിറമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗുഫ്തുഗു, സംഭാഷണമാണെങ്കിലോ ഫൽസഫിയാന, തത്വചിന്തകൾ അടങ്ങിയതാണ്. ഷെക്കിൽ സെ ചോർ മാലൂം ഹോത്തെ ഹെ, അദ്ദേഹത്തിൻ്റെ കോലം കണ്ടാൽ കള്ളനാണെന്ന് തോന്നിപ്പോകും. കിസി സാഹബ് ഉൻകാ പത്ത മാലൂം ഹോത്തോ, ഏതെങ്കിലും കിസി സാഹബ്ക്കോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉൻകാ പത്ത മാലൂം ഹോത്തോ, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അറിയുകയാണെങ്കിൽ മുരീദ്പൂർ കി ഖിലാഫത്ത് കമ്മിറ്റിക്കോ ഇത്തില പഹുഞ്ചാതെ, മുരീദ്പൂറിലെ ഖിലാഫത്ത് കമ്മിറ്റിക്ക് വിവരമറിയിക്കേണ്ടതാണ്. ആരാണ് എന്ന് പോലും അറിയില്ല, എവിടുന്ന് വന്നതാണ് എന്ന് പോലും അറിയില്ല. ഓർ ഇന്ദല്ലാ മൗജൂർ ഹെ, അങ്ങനെ നിങ്ങൾ അവിടുത്തെ ഖിലാഫത്ത് കമ്മിറ്റിക്ക് നിങ്ങൾ അവരുടെ അഡ്രസ്സ് കൈമാറുകയാണെങ്കിൽ അള്ളാൻ്റെയൊക്കെ കൂലി കിട്ടുന്ന കാര്യമാണ്. അത്രയും ഒരു ലോക്കലായിട്ടുള്ള ഒരാളാണ് അത്. കളിയാക്കിയിട്ട് പറഞ്ഞാണ്. നേസ് പറഞ്ഞാൽ ഒരു ഹർഫ ആത്തഫാണ്. പിന്നെ നേസ് കോയി സാഹബ്, പിന്നെ ആരെങ്കിലും, നേസ് കോയി സാഹബ്, പിന്നെ ആരെങ്കിലും, ഉൻകോ ഹർഗിസ് കോയി ചന്ത ന ദേ, ഒരാളും, കോയി സാഹബ് ഒരാളും, അല്ലെങ്കിൽ ഒരുത്തനും, ഉൻകോ ഹർഗിസ് കോയി ചന്ത ന ദേ, അദ്ദേഹത്തിന് ഒരിക്കലും ചന്ത ന ദേ, പിരിവ് ഇട്ട് കൊടുക്കുകയേ ചെയ്യരുത്, പിരിവ് നൽകുകയേ ചെയ്യരുത്. ചന്ത എന്ന് പറഞ്ഞാൽ പിരിവ്, ഇങ്ങനെ ഡൊണേഷന്, ഇങ്ങനെ പിരിവുകൾ അദ്ദേഹത്തിന് കൊടുക്കാനേ പാടില്ല. കോയി സാബ് ഉൻകോ ഹർഗിസ് കോയി ചന്താനതേ, ഒരു പിരിവുകളും അദ്ദേഹത്തിന് കൊടുക്കാനേ പാടില്ല. വർണ്ണ ഖിലാഫത്ത് കമ്മിറ്റി ജിമ്മേദാർ ന ഹോഗി, അല്ലെങ്കിൽ അങ്ങനെ പിരിവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് പിരിവിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇനി നിങ്ങളങ്ങനെ പിരിവിട്ട് കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് കാശ് കൊടുക്കുകയാണെങ്കിൽ ഖിലാഫത്ത് കമ്മിറ്റി ജിമ്മേദാറിനെ ഹോഗി, അവിടുത്തെ ഖിലാഫത്ത് കമ്മിറ്റി ഒരിക്കലും അതിന് ഉത്തരവാദിയാകില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ആരും കാശ് പിരിവിട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇത്തരത്തിൽ വളരെ രസകരമായ രീതിയിലാണ് ഇതിൻ്റെ എഴുത്തുകളൊക്കെ ഇനി ശേഷം വരാൻ പോകുന്നത്. ഒന്ന് ബാക്കി നോക്കാം. ഏ ബി സുന്നേമേ ആയാഹെ, ഇതും കേൾക്കാനിടയായി. സുന്നേമേ ആയാഹെ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഇങ്ങനെയും കേൾക്കാനിടയായിട്ടുണ്ട്. കെ ഇസ് അഖ്ബാറിനെ മേരെ ഇൻ ഖുതൂത്ത് കെ ബൽ പർ ഏക് കാംഗ്രസ് നമ്പർ ഭി നിക്കൽ മാറാ. കെ ഇസ് അഖ്ബാറിനെ, ഈ പത്രം മുരീദ്പൂർ ഗസറ്റ്, മേരെ ഇൻ ഖുതൂത്ത് കെ ബൽ പർ, എൻ്റെ ഈ കത്തുകളുടെ ബലത്തിൽ, ബൽ എന്ന് പറഞ്ഞാൽ ബലം എന്ന് തന്നെ അർത്ഥം, എൻ്റെ ഈ കത്തുകളുടെ പിൻബലത്തിൽ
एक कांग्रेस का नंबर भी निकल मारा. ഒരു കോൺഗ്രസ്കാരൻ എന്നൊക്കെ ഒരു നമ്പറും ഇറക്കിയിട്ടുണ്ട്. നമ്മൾ പറയുമല്ലോ മലയാളത്തിൽ നമ്പർ ഇറക്കി, അങ്ങനത്തെ ഒരു നമ്പർ ഇറക്കിയെന്ന്. അഥവാ അങ്ങനെ ഒരു കോൺഗ്രസ്കാരൻ, ഒരു നല്ല കോൺഗ്രസ്കാരന്, ഉത്തമ കോൺഗ്രസ്കാരൻ എന്ന രീതിയിൽ ഒരു നമ്പർ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വാചകം അവർ എഴുതിയിട്ടുണ്ട്. ജോ ഇത്നി ബഡി താഴ്താദ് മേ ഛപ്പ, അത് ഇത്രയും അധികം എണ്ണം അത് അച്ചടിച്ചിട്ടുണ്ട്. ഛപ്പ, ഛപ്പിനെ അച്ചടിക്കുക. ഇത്രയും അധികം എണ്ണം അത് അച്ചടിച്ചിട്ടുണ്ട്. കെ ഉസ്കെ ഔറാക്ക്, അതിൻ്റെ ഓരോ പേജുകളൊക്കെ അബ് തക് ബാസ് പൻസാരിയോ കി ദുക്കാനോ പർ നസർ ആത്തെ ഹെ, ഇപ്പോഴും ചില പൻസാരി എന്ന് പറഞ്ഞാൽ അത്തർ കച്ചവടക്കാരന്, സുഗന്ധ കച്ചവടക്കാർ, സ്പ്രേ കച്ചവടക്കാർ, സെൻറ്റ് കച്ചവടക്കാർ, അതിനാണ് പൻസാരി എന്ന് പറയാം. ബാസ് പൻസാരിയോ കി ദുക്കാനോ പർ നസർ ആത്തെ ഹെ, ചില അത്തർ കച്ചവടക്കാരുടെ കടയിൽ ഇന്നും അത് കാണപ്പെടുന്നുണ്ട്. അത്രയും അത്രയും അധികം അദ്ദേഹം പത്രം അടിച്ചിറക്കിയിട്ടുണ്ട്. ബഹർഹാൽ, എന്നിരുന്നാലും മുരീദ്പൂർ കെ ബച്ചേനെ, മുരീദ്പൂറിലെ ഓരോ കുട്ടികളും മേരിയ കാബിലിയത്ത്, എൻ്റെ സ്വീകാര്യത, ഇൻഷാ പർദാസി, എൻ്റെ എഴുതുവാനുള്ള കഴിവ്, ഇൻഷാ പർദാസി, എൻ്റെ എഴുതുവാനുള്ള കഴിവും, സഹീഹ് ദിമാഗ്, എൻ്റെ കൃത്യമായിട്ടുള്ള ചിന്തകൾ, എൻ്റെ നല്ല ബുദ്ധി, ഓർ ജോഷെ കൗമി, സാമുദായികമായിട്ടുള്ള എൻ്റെ വികാരങ്ങൾ, എൻ്റെ ആവേശം, സാമുദായികമായിട്ടുള്ള എൻ്റെ സമുദായത്തോടുള്ള എൻ്റെ ആവേശം, ജോഷെ കൗമിക്ക് ദാദ് ദേന എന്ന് പറഞ്ഞാൽ അതിനെ പുകഴ്ത്തുക. ദാദ് ദേന എന്ന് പറഞ്ഞാൽ ഒരു കഴിവിനെ പുകഴ്ത്തുക, അതാണ് അർത്ഥം. അപ്പോൾ എൻ്റെ ഈ ഒരു എഴുതുവാനുള്ള കഴിവ്, എൻ്റെ സ്വീകാര്യതയെയും എൻ്റെ ശരിയായ ബുദ്ധിയെയും പിന്നെ സാമുദായികമായിട്ടുള്ള എൻ്റെ ഈ ആവേശത്തെയും എല്ലാവരും, അവിടുത്തെ കുട്ടികൾ പോലും ദാദ് പുകഴ്ത്തിയിട്ടുണ്ട്. മേരി ഇജാസത്ത് ഓർ മേരെ ഇൽമ് കെ ബഗൈർ, എൻ്റെ ഒരു സമ്മതമോ അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവോ കൂടാതെ മുരീദ്പൂർ കാ കൗമി ലീഡർ കരാർ ദിയാ ഗയാ, മുരീദ്പൂറിൻ്റെ അവിടുത്തെ നാട്ടിൻ്റെ ലീഡറായിട്ട്, നേതാവായിട്ട്, അവരുടെ സാമുദായിക നേതാവായിട്ട് എന്നെ നിയമിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏക് ദോ ഷായറോനെ മുജ്പർ നസ്മേ ബി ലിഖി, മാത്രമല്ല 1-2 കവികൾ എന്നെക്കുറിച്ച് കവിതകളും എഴുതിയിട്ടുണ്ട്. ജോ വക്തൻ ഫവക്തൻ മുരീദ്പൂർ ഗസറ്റ് മേ ഛപ്തി രഹി, അത് ഓരോ സമയാസമയം എന്നെക്കുറിച്ച് ഓരോ സമയാസമയമായിട്ട് അത് മുരീദ്പൂർ ഗസറ്റിൽ ഇങ്ങനെ അച്ചടിച്ച് പ്രിൻ്റ് ചെയ്ത് വരുന്നുമുണ്ട്. അപ്പം അങ്ങനെ ഓരോ നാട്ടിലത്തെ അദ്ദേഹത്തെ അറിയാതെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ ഓരോന്ന് നടത്തി കൂട്ടുന്നത് വളരെ രസകരമായ രീതിയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മേ അപ്നി ഇസ് ഇസ്സത്ത് അഫ്സായി സെ മഹസ് ബേ ഖബർ ഥ, ഞാൻ എൻ്റെ ഈ ഒരു എൻ്റെ ഇസ്സത്ത്, എൻ്റെ അഭിമാനം അത് വളർന്നു വരുന്നു. ഇസ്സത്ത് അഫ്സായി എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിമാനം അത് വർദ്ധിക്കുന്നു. ആ വർധനവിനെക്കുറിച്ച് മഹസ് ബേ ഖബർത്ത, തനി വിവരമില്ലാത്തവനായിരുന്നു. മഹസ് പറഞ്ഞാൽ തനി, തീരെ വിവരമില്ലാത്തവനായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് തീരെ അറിവില്ലായിരുന്നു. മേ അപ്നി ഇസ് ഇസ്സത്ത് അഫ്സായിസെ, എൻ്റെ ഈ അഭിമാനം വളരുന്നതിനെക്കുറിച്ച് മഹസ് ബേ ഖബർത്ത, തനി അജ്ഞനായിരുന്നു. സച്ച് ഹേ, സത്യമാണ്. ഖുദാ ജിസ്കോ ചാഹ്താ ഹേ, ഇത് പറഞ്ഞത് സത്യമാണ് കേട്ടോ. എന്ത്? സച്ച് ഹേ ഖുദാ ജിസ്കോ ചാഹ്താ ഹേ, ദൈവം ആരെയാണോ ആഗ്രഹിക്കുന്നത്, ഇസ്സത്ത് ബഖഷ്താ ഹേ, അവർക്ക് അഭിമാനം, ഇസ്സത്ത് നൽകുകയും ചെയ്യുന്നു. മുജെ മാലൂം നഥ, എനിക്കറിയുമായിരുന്നില്ല. കെ മൈനെ അപ്നെ ഭതീജേക്കോ, ഞാൻ തൻ്റെ ഈ സഹോദരപുത്രനെ മഹസ് ചന്ദ് ഖുതൂത്ത് ലിഖ്കർ, വെറും മഹസ് ചന്ദ് ഖുതൂത്ത് ലിഖ്കർ, വെറും മഹസ് എന്ന ഫക്കത്ത് എന്നർത്ഥം, വെറും ചില കത്തുകൾ മാത്രം എഴുതിയിട്ട് അപ്പിനെ ഹം വതനോക്കെ ദിൽമേ, തൻ്റെ നാട്ടുകാരുടെ, തൻ്റെ സ്വന്തം നാട്ടുകാരുടെ മനസ്സിൽ ഇസ് ഖദർ ഘർ കർ ലിയാ ഹെ, ഇത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന്
എനിക്ക് അറിയാൻ സാധിച്ചില്ല. എനിക്ക് പോലും അറിയില്ലായിരുന്നു. എൻ്റെ സഹോദരപുത്രന് ചില കത്തുകൾ എഴുതി കൊടുത്തതിലൂടെ എൻ്റെ നാട്ടുകാർക്ക് ഇത്രമാത്രം എന്നിൽ സ്വാധീനമുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. ഘർ കർണ എന്ന് പറഞ്ഞാൽ അസർ കർണ എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ വീട് ജനവാസമുള്ളതാക്കി തീർക്കുക, വീട്ടിൽ താമസിക്കുക, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അസർ കർണ എന്നുള്ള അർത്ഥമാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓർ കിസിക്കോ ക്യാ മാലൂം താ, ആർക്കാ എന്താ അറിയുമായിരുന്നത്? കെ യെ മാമൂലി ഇൻസാൻ, ആർക്ക് എന്തറിയുമായിരുന്നു? കെ എന്ത്? യെ മാമൂലി ഇൻസാൻ, ഇൻസാൻ ഒരു സാധാരണ, ഈ ഒരു സാധാ മനുഷ്യൻ, ഒരു കോമൺ മാന്, ജോ ഹർ റോസ് ചുപ്ചാപ്പ് സർ നീച്ചാക്കിയെ, എല്ലാ ദിവസവും നിശബ്ദനായിക്കൊണ്ട്, ഹർ റോസ് എല്ലാ ദിവസവും, ചുപ്ചാപ്പ് നിശബ്ദനായിക്കൊണ്ട്, സർ നീച്ചാക്കിയെ തല കീഴ്പോട്ടാക്കിക്കൊണ്ട്, ബാസാറോമേസെ ഗുസർ ജാത്താ ഹെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈയൊരു നിശബ്ദനായ ഈയൊരു സാധാ മനുഷ്യൻ മുരീദ്പൂർ മേ, ഇവിടെ സ്വന്തം നാടായ മുരീദ്പൂറിൽ പൂജ ജാത്താ ഹെ തന്നെ പൂജ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇത്രമാത്രം വലുതായി എന്ന് ആർക്കായിരുന്നു അറിയുക? മേ ബോ ഖുതൂത്ത് ലിഖ്നെ കെ ബാദ്, ഞാൻ ആ കത്തുകളൊക്കെ എഴുതിയ ശേഷം, കാംഗ്രസ് ഓർ ഉസ്കെ തമാം മുതാല്ലിഖാത്ത് കോ ഖത്അൻ ഫറാമോഷ് കർ ചുകാ ഥാ, ഞാൻ കോൺഗ്രസിനെയും അതുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും, ഉസ്കെ തമാം മുതാല്ലിഖാത്ത് കോ അതുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും, ഖത്അൻ തീർത്തും ഫറാമോഷ് കർ ചുകാ ഥാ ഞാൻ മറന്നുപോയിരുന്നു. ഫറാമോഷ് കർണ പറഞ്ഞാൽ മറക്കുക, നാക്കാബിലെ ഫറാമോഷ് മറക്കാനാവാത്തത് എന്നൊക്കെ ഉണ്ടല്ലോ. മുരീദ്പൂർ ഗസറ്റ് കാ മേ ഖരീദാർ ന ഥാ, ഞാനാണെങ്കിലോ മുരീദ്പൂർ ഗസറ്റിൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നില്ല, ഖരീദാർ അതിൻ്റെ ഒരു വരിക്കാരനായിരുന്നില്ല ഞാൻ. മുരീദ്പൂർ ഗസറ്റ് കാ ഖരീദാർ ന ഥാ, അതിൻ്റെ ഒരു വരിക്കാരന് ആയിരുന്നില്ല ഞാൻ. ഭത്തീജേനെ മേരി ബുസുർഗിക്ക് റൂബ് കി വജാസെ, എൻ്റെ സഹോദരപുത്രനാണെങ്കിലോ മേരി ബുസുർഗിക്ക് എൻ്റെ പാണ്ഡിത്യത്തിൻ്റെ, റൂബ് കി വജാസെ എൻ്റെ പാണ്ഡിത്യത്തോടുള്ള അവൻ്റെ പേടി കാരണത്താൽ, ആ ഒരു വക്കാറ് കാരണത്താൽ, ആ ഒരു ഗാംഭീര്യം കാരണത്താൽ, ബർ സബീൽ തസ്കിറ, ശ്രദ്ധിക്കുക, ബർ സബീൽ തസ്കിറ എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണം, ബർ സബീൽ തസ്കിറ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണം, ബർ സബീൽ തസ്കിറ ഓർമ്മപ്പെടുത്തൽ എന്നോണം. ഇത്നാ ഭി ന ലിഖ് ബേജ, ഇത്ര പോലും അവനൊന്ന് എഴുതി അയച്ചതുകൂടെയില്ല. കെ എത്ര പോലും ആപ് ലീഡർ ഹോ ഗേ ഹെ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊരു ലീഡറായി തീർന്നിട്ടുണ്ട് എന്നുപോലും അവന് എനിക്ക് തിരിച്ചൊന്ന് എഴുതി തന്നതുപോലുമില്ല. മേ ജാൻതാ ഹൂം, ഞാൻ മനസ്സിലാക്കുന്നു, കെ വോ മുജ്സെ യൂം കഹ്താത്തോ, അവന് എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊരു ലീഡറൊക്കെ ആയി തീർന്നിട്ടുണ്ട് കേട്ടോ എന്ന് എന്നോട് നേരത്തെ ഒന്ന് പറയുകയായിരുന്നെങ്കിൽ, വോ മുജ്സെ യൂം കഹ്താത്തോ ബർസോं तक उसकी बात मेरी समझ में न आती, ബർസോं तक വർഷങ്ങളോളം, ഉസ്കി ബാത്ത് മേരി സമജ് മേ ന ആത്തി, അവൻ്റെ സംസാരങ്ങൾ വർഷങ്ങളോളം എനിക്ക് മനസ്സിലാകുമായിരുന്നില്ല. ബഹർഹാൽ वो मुझसे यूं कहता तो बरसों तक उसकी बात मेरी समझ में न आती, വർഷങ്ങളോളം എനിക്ക് അവൻ്റെ സംസാരം മനസ്സിലാകുമായിരുന്നില്ല. ബഹർഹാൽ എന്നിരുന്നാലും, മുജേ കുച്ച് തോ മാലൂം ഹോത്താ, എന്നിരുന്നാലും അവൻ എന്നോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, എന്നിരുന്നാലും എനിക്ക് ചിലതൊക്കെ ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരുന്നു. കെ മേ തറക്കി കറക്കെ കഹാൻസെ പਹੁഞ്ചി ചുക്കാഹും, ഞാനിങ്ങനെ ഉയർന്നുയർന്ന് എത്ര വരെ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കൊരു ധാരണ ഉണ്ടായി തുടങ്ങിയിരുന്നു. അങ്ങനെ കുച്ച് ഉർസെ ബാദ്,
കുറച്ച് കാലത്തിന് ശേഷം ഖൂൻ കി ഖറാബി കി വജാസെ, രക്തം മോശമായത് കാരണത്താൽ, അഥവാ പലരുടെ രക്തത്തിന് വേണ്ട വിധത്തിലുള്ള വില നൽകാത്തത് കാരണത്താൽ മുൽക്ക് മേ, രാഷ്ട്രത്തിൽ ജാബജ, ഓരോ ഇടങ്ങളിലും, ജാബജ എന്ന് പറഞ്ഞാൽ ഹർ ജഗ, ഓരോ സ്ഥലങ്ങളിലും ജൽസെ നിക്കൽ ആയെ, ഓരോ ജൽസകൾ, ഓരോ സദസ്സുകൾ ഉണ്ടാക്കിയിരുന്നു, സദസ്സുകൾ വെച്ചിരുന്നു. ജൽസെ നിക്കൽ ആയെ ജിസ് കിസിക്കോ, ഏതൊരുത്തനാണോ, ജിസ് കിസിക്കോ എന്ന് പറഞ്ഞാൽ ഏതൊരുത്തനാണോ, ഏക് മേസ്, ഒരു മേശയും, ഏക് കുർസി, ഒരു കസേരയും, ഓർ ഗുൽദാൻ, അതുപോലെ ഒരു പൂച്ചട്ടിയും, മുയസ്സർ ആയ, അത് ലഭ്യമായത്, അവൈലബിൾ ആയത്, ഉസീനെ ജൽസേക്ക ഏലാൻ കർദിയ, അവൻ തന്നെ ഒരു സദസ്സ് പ്രഖ്യാപിക്കും. അഥവാ അത്രയും അധികം സമ്മേളനങ്ങൾ, സദസ്സുകൾ നടത്തുന്ന ഒരു കാലമായിരുന്നു അത്. ആർക്കെങ്കിലും ഒരു മേശയും അതുപോലെ ഒരു കസേരയും ഒരു പൂച്ചട്ടിയും കിട്ടിയാൽ നേരെ ഒരു സമ്മേളനം പ്രഖ്യാപിക്കും. അങ്ങനെ അവിടെ വെച്ചിട്ട് സമ്മേളനം നടത്തും. അങ്ങനെ തുരുതുരാ സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു സമയമായിരുന്നു അത്. ഒരു പരിഹാസ രൂപേണ എഴുതിയ എഴുത്താണിതൊക്കെ. ജൽസോं के इस मौसम में, പല സദസ്സുകളുടെ, പല സമ്മേളനങ്ങളുടെ, സഭകളുടെ ആ കാലത്തിൽ, ആ സീസണിൽ, ഉസ് മൗസമ്മേ, ആ സീസണിൽ, ഏക് ദിൻ മുരീദ്പൂർ കി അഞ്ജുമനെ നൗജവാനാനെ ഹിന്ദ്, മുരീദ്പൂറിലെ അഞ്ജുമനെ നൗജവാനാനെ ഹിന്ദ്, ഇന്ത്യൻ യൂത്ത് ഓർഗനൈസേഷൻ, മുരീദ്പൂറിലെ ഇന്ത്യൻ യൂത്ത് ഓർഗനൈസേഷൻ, അതിൻ്റെ ഹിന്ദുക്കി തറഫ്സെ, അതിൻ്റെ ഭാഗത്ത് നിന്ന്, അവരിൽ നിന്ന്, മേരെ നാം, എൻ്റെ പേരിൽ, ഇസ് മസ്മൂൻ കാ, ഈ വിഷയത്തിൽ, ഏക്ക് ഖത്ത് മൗസൂൽ ഹുവ, ഒരു കത്ത് ലഭിച്ചു. റസീവ്ഡ്, മൗസൂൽ ഹുവ റസീവ്ഡ്, എനിക്കൊരു കത്ത് കിട്ടി. കെ, അതിലെന്താ ഉണ്ടായിരുന്നത്? ആപ്കെ ഷെഹർ കെ ലോഗ്, നിങ്ങളുടെ പട്ടണത്തിലെ ജനങ്ങൾ, നിങ്ങളുടെ ടൗണിലെ ആളുകൾ, ആപ്കെ ദീദാർ കെ മുന്തസിർ ഹെ, നിങ്ങളെ കാണാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അവർ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ് എന്ന് അതിലെഴുതിയിട്ടുണ്ട്. ഹർ കെ ദമ, ഹർ കെ ദമ, ദമ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുന്ന അർത്ഥം, ആസ്തമ എന്നൊക്കെയാണ് അർത്ഥം. ഹർ കെ ദമ, എല്ലാവരും ശ്വാസം പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാവരും ശ്വാസം മുട്ടിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹർ കെ ദമ, എല്ലാവരും ശ്വാസം മുട്ടിയിരിക്കുകയാണ്. ആപ്കെ റൂയെ അൻവർക്കോ ദേഖിനെ, നിങ്ങളുടെ ആ പ്രക്ഷോഭിതമായ ആ മുഖം, റൂയെ അൻവർക്കോ ദേഖിനെ, നിങ്ങളുടെ പ്രക്ഷോഭിതമായ മുഖം ഒന്ന് കാണാനും, ഓർ ആപ്കെ പാക്കീസ ഖയാലാത് സെ, നിങ്ങളുടെ പരിശുദ്ധമായ ചിന്തകളിൽ നിന്ന്, മുസ്തഫീദ് ഹോനെ കെ ലിയെ, അതിൽ നിന്ന് പ്രയോജനമെടുക്കാനും, ബേതാബ് ഹെ, എല്ലാവരും അസ്വസ്ഥരായിരിക്കുകയാണ്, എല്ലാവരും തുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി തപിച്ചുകൊണ്ടിരിക്കുകയാണ്. മാന മുൽക്ക് ഭർക്കോ, മാന മുൽക്ക് ഭർക്കോ ആപ്കി ജാത്ത് ബാബർക്കത്ത് കി അസ്ഹദ് ജറൂറത്ത് ഹെ, മാന നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, മുൽക്ക് ഭർക്കോ ഈ രാജ്യം ഒട്ടാകെ, ഈ രാജ്യത്തിന് മൊത്തമായിട്ടും, ആപ്കി ജാത്തെ ബാബർക്കത്ത് കി നിങ്ങളുടെ പുണ്യമേറിയ പരിശുദ്ധമായ ഈ ശരീരത്തെ, അസ്ഹദ് ജറൂറത്ത് ഹെ അങ്ങേയറ്റത്തെ അത്യാവശ്യകത ഉണ്ട്. അഥവാ നിങ്ങളുടെ പരിശുദ്ധമായ ഈ ഒരു ശരീരത്തിന്, ഈ രാഷ്ട്രത്തിന് ഒട്ടാകെ ആവശ്യകതയുണ്ട്, ജറൂറത്തുണ്ട്. എന്നിരുന്നാലും എങ്കിലും വതൻ കാ ഹക്ക് സബ്സെ സിയാദ ഹെ, നിങ്ങളുടെ സ്വന്തം നാടിനോടുള്ള നിങ്ങളുടെ ഹക്ക് അത് മറ്റ് രാജ്യത്തിൻ്റെ മറ്റു ഭാഗത്തേക്കാൾ കൂടുതലാണല്ലോ, അധികമാണല്ലോ. രാജ്യത്തോട്, നിങ്ങളുടെ നാടിനോട് നിങ്ങൾക്ക് കൂടുതൽ ഹക്കുണ്ടല്ലോ, കടപ്പാടുണ്ടല്ലോ. ക്യൂങ്കെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങളുടെ രാജ്യത്തിനോട് നിങ്ങൾക്ക് കൂടുതൽ കടപ്പാടുണ്ടല്ലോ. ക്യൂങ്കെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഖാറേ വത്തൻ അത് സുംബുലോ റൈഹാനെ ഖുഷ്തർ, അതൊരു ചൊല്ലാണ്. ഖാറേ വത്തൻ അത് സുംബുലോ റൈഹാൻ
ഖുസ്തർ. അതിൻ്റെ അർത്ഥം ഇതാണ്: സ്വന്തം നാട്ടിലെ മുള്ള് ഇതര നാട്ടിലെ പൂവിനേക്കാൾ മെച്ചമാണ്. ഖാറെ വതൻ അസ് സുംബുലോ റൈഹാൻ ഖുസ്തർ. സ്വന്തം നാട്ടിലെ മുള്ള് ഇതര നാടുകളിലെ പൂവിനേക്കാൾ മെച്ചമാണല്ലോ, പൂവിനേക്കാൾ നല്ലതാണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ നാട്ടുകാരനാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടത്, മുസ്തഫാദാവേണ്ടത് നിങ്ങളുടെ നാട് തന്നെയാണ്. കാരണം സ്വന്തം നാട്ടിലെ മുള്ളു പോലും മറ്റുള്ള നാട്ടിലെ പൂവിനേക്കാൾ ഉത്തമമാണ് എന്നാണല്ലോ ചൊല്ല്. ഉസി തറ, അപ്രകാരം തന്നെ, ഉസി തറാക്കി ഇപ്രകാരത്തിലുള്ള 3-4 ബറാഹീനെ കാത്തിയാക്കെ ബാദ്, ഇത്തരത്തിലുള്ള 3-4 ബറാഹീനെ കാത്തിയ, ഉറപ്പായ തെളിവുകൾ നിരത്തിയതിന് ബാദ് ശേഷം, മുജ്സയെ ദർഖാസ്തക്ക്, എന്നോട് ഇത് അപേക്ഷിച്ചു. ദർഖാസ്ത് കർണാൽ റിക്വസ്റ്റ് ചെയ്യുക. എന്നോട് ഇത് അപേക്ഷിച്ചു. ദർഖാസ്ത് കി ഗയി, എന്നോട് ഇത് അപേക്ഷിക്കപ്പെട്ടു. ദർഖാസ്ത് കി ഗയി ഥി കെ, എന്താണ് അപേക്ഷിക്കപ്പെട്ടത്? കെ ആപ് യഹാ ആക്കർ, നിങ്ങൾ ഇവിടെ വന്നിട്ട് ലോകോക്കോ, ഇവിടുത്തെ ജനങ്ങൾക്ക് ഹിന്ദു മുസ്ലിം ഇത്തിഹാദ് കി തൽഖീൻ കരേം, ഇവിടുത്തെ ജനങ്ങൾക്ക് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് നിങ്ങൾ വിളംബരം നടത്തണം. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വിളംബരം നടത്തണം. നാടെങ്കും ഹൂൻക്ക് ഹറാബിക്ക് വജാസ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. രക്തം മോശമായത് കാരണത്താൽ എന്ന് പറഞ്ഞാൽ പരസ്പര രക്തത്തിന് വില കൊടുക്കാതെ രക്തമൊഴുക്കുന്ന കലാപങ്ങളുള്ള ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിങ്ങളിവിടെ പ്രഖ്യാപിക്കണം, ഒരു വിളംബരം നടത്തണം എന്ന് അവർ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ കത്ത് വായിച്ചിട്ട് മൂപ്പർക്ക് എന്ത് സംഭവിച്ചു, പിന്നെ നാട്ടിലേക്ക് എങ്ങനെ പോകുന്നു എന്നതൊക്കെയാണ് ഇനി ബാക്കി പറയുന്നത്. രസമായിട്ട് ഇങ്ങനെ പോവാണ്, വല്ലാതെ ടഫൊന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിനാവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.